വിശ്വചറ്റയെ നടുറോഡിൽ കൈകാര്യം ചെയ്യുവാൻ തയ്യാറായി കോൺഗ്രസ് പ്രവർത്തകർ. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെയും നേതൃത്വത്തെയും വെറും ശശിയാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന വിശ്വശശിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഒരു സമയത്ത് തരൂരിനെ തോളിലെറ്റിക്കൊണ്ട് നടന്ന പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ തരൂരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. മോദി സ്തുതിയും BJP പ്രീണനവും നടത്തി എങ്ങനെയെങ്കിലും കേന്ദ്ര പദവികൾ പ്രതീക്ഷിച്ച് നടക്കുന്ന അവസരവാദി തരൂരിനെ നടുറോഡിൽ കൈകാര്യം ചെയ്യുവാൻ ഒരുങ്ങുകയാണ് തലസ്ഥാന നഗരിയിലെ കോൺഗ്രസ് പ്രവർത്തകർ. കഴിഞ്ഞ തവണ തലനാരിഴയ്ക്കാണ് തരൂർ കരകയറിയത്. ഇനി കോൺഗ്രസ് ഒരു അവസരം കൊടുത്താൽ തന്നെ ജയിക്കുവാനുള്ള സാധ്യതകൾ തുലവും കുറവാണ്. മാത്രമല്ല, പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഈ വിശ്വചറ്റയെ ഇനി പാർട്ടി പ്രവർത്തകർ പോലും അംഗീകരിക്കില്ല. പലത് കെട്ടി അതെല്ലാം ബന്ധം വേർപെടുത്തി സുനന്ദ പുഷ്കറയും തീർത്ത് ഇനി അടുത്തത് ആരെ കെട്ടാം എന്ന ലക്ഷ്യവുമായി നടക്കുന്ന ഈ കല്യാണരാമനെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഏതാണ്ട് കൈവിട്ട മട്ടാണ്. അതുകൊണ്ട് തന്നെ ചാണകക്കുഴിയിലേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പ് പാർട്ടിയെ പരമാവധി നാറ്റിച്ചിട്ട് പോകുവാൻ ശ്രമിച്ചാൽ വിശ്വശശിയെ കോൺഗ്രസ് പ്രവർത്തകർ നടുറോഡിൽ കൈകാര്യം ചെയ്യും എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് തിരുവനന്തപുരം കിളിമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് കബീർ. എത്രത്തോളം കോൺഗ്രസ് പാർട്ടിയെ നാറ്റിക്കുന്നു അത്രത്തോളം തനിക്ക് BJPയിൽ സാധ്യതകൾ കൂടും എന്ന് കരുതിയാണത്രേ വിശ്വശശി കുലംകുത്തൽ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരണ വേദിയിൽ അഹമ്മദ് കബീർ നടത്തിയ ആ പ്രതികരണം കേൾക്കുക. ഹലോ, ഞാൻ ഈ ശശി തരൂർ എന്ന് പറയുന്ന ചെറ്റയുടെ ഈ പ്രതികരണത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്റെ പേര് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് കബീറാണ്. ഇയാളെ പോലുള്ള ചെറ്റയുടെ ഈ പാർട്ടിയിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഇപ്പൊ ഇയാള് വേറൊരു പരിവേഷമായി മുമ്പോട്ട് പോകും. ഇയാള് സ്വയം രാജിവെച്ച് കഴിഞ്ഞ 4 പ്രാവശ്യമായി 20 വർഷക്കാലമായി തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇയാളെ തോളിലേറ്റി കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഈ പാർട്ടിയെ ഇതുപോലെ അവഹേളിക്കുന്നതിന് പകരം ഇയാള് സ്വയം രാജിവെച്ച് പോയി മറ്റേതെങ്കിലും പരിപാടിക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ല, ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ നശിപ്പിക്കുന്ന ഈ പരിപാടി നടത്തുന്നത് ശരിയല്ല. ഈ ശശി എന്ന് പറയുന്ന ചെറ്റ സ്വയം രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. നിങ്ങൾ ആ വിശേഷണം വളരെ നന്നായിരിക്കുന്നു. ആ വിശ്വചെറ്റ എന്ന് പറയുന്നത് അത് അയാൾക്ക് യോജിച്ച ഏറ്റവും വലിയ ഒരു പേര് തന്നെയാണ്. ഈ ശശി തരൂർ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇതുപോലെ ഒന്നുകിൽ അയാൾക്ക് കേന്ദ്രമന്ത്രിയാകാനോ അതുപോലുള്ള പരിപാടിക്ക് വേണ്ടിയാണ് അയാള് ഈ പരിപാടി നടത്തുന്നത്. അല്ല, വേറെ ഒന്നിനു വേണ്ടിയല്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പാർട്ടിയുടെ ഉന്നത അധികാര സ്ഥാനമാണ് ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന് പറയുന്നത്. അതിനകത്ത് ഇരുന്നു കൊണ്ടാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്. ഇയാൾ ഈ കഴിഞ്ഞ 4 പ്രാവശ്യം MP ആയപ്പോഴും ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഭരണാധികാരി, ലോകം കണ്ട ഉരുക്കു വനിത എന്ന് പറയുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പോലും തള്ളിപ്പറയത്തക്ക നിലയിലൊന്നും ഈ ശശി എന്ന് പറയുന്ന ചെറ്റ വളർന്നിട്ടില്ല. അയാൾക്ക് ഇപ്പം, അതായത് ഈ കഴിഞ്ഞ 20 വർഷവും ഇതിന്റെ ആനുകൂല്യങ്ങൾ എൻജോയ് ചെയ്തപ്പോ ഇയാൾക്കൊന്നും തോന്നിയില്ല. ഇപ്പോഴാണോ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇയാൾക്ക് ഇത് തോന്നിയത്? അയാൾക്ക് ഇപ്പോഴാണ് ഇത് തോന്നിയത്. ഇയാള് മാന്യമായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇയാൾക്ക് പാർട്ടി നൽകിയിട്ടുള്ള ഇപ്പൊ അയാളുടെ കൈവശമുള്ള എല്ലാ സ്ഥാനമാനങ്ങളും സ്വയം രാജിവെച്ച് പോയിട്ട് വേണം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ. സ്വയം രാജിവെച്ച് പോയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നിർത്തി ഇയാളെ പാർട്ടിക്ക് വിധേയനായി നിന്നില്ല എങ്കിൽ ഇയാളെ പാർട്ടിയെ സ്നേഹിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഇയാളെ തെരുവിൽ നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഞാൻ അടക്കമുള്ള ആളുകൾ ഇയാളെ തെരുവിൽ കളയും. ഇയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായി മുമ്പോട്ട് വരും. എന്തൊരു ഗതികേടാന്ന് ഓർത്തേക്ക്. അതായത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇയാളൊരു സാധാരണ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരെ ഇയാൾക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഇത്തരത്തിലുള്ള പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഇയാളെ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ ഇയാളെ വകവെക്കുമോ? ഇയാളിനി ഇല്ല, ഇയാളെ വകവെക്കത്തില്ല. ഇയാൾ ആരും അനുകൂലിക്കില്ല. ഇയാൾക്ക് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 19 അതെ 2019 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് കുറയാനിടയായത്? ഇയാളുടെ കഴിഞ്ഞകാല പ്രസ്താവനകളും ഇയാളുടെ കഴിഞ്ഞകാല പ്രവർത്തന രീതികളും സൂക്ഷ്മം നിരീക്ഷിച്ച ഈ നാട്ടിലെ ജനങ്ങൾ ഇയാൾക്കെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ് ഇയാൾക്ക് ഈ 15,000 വോട്ട് 1,00,000-ൽ നിന്ന് 99,000 വോട്ടിൽ നിന്ന് 15,000 വോട്ടിലേക്ക് താഴേണ്ടി വന്നത്. ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഇയാൾ മത്സരിച്ചാൽ ഇയാൾ വെറും വട്ടപൂജ്യമായിരിക്കും. ഇനിയൊരു സീറ്റ് പോലും പാർട്ടി കൊടുക്കുമോ ഇയാൾക്ക്? കാരണം ഇത്തരത്തിലുള്ള പാർട്ടി കൊടുക്കൂല. അഥവാ ഏതെങ്കിലും രീതിയിൽ കൊടുത്താൽ പോലും ഇയാൾ വട്ടപൂജ്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് എന്റെ ശക്തമായ പ്രതിഷേധം നിങ്ങളെ ഇതൊന്ന് പറയണം. ഓക്കെ.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.